മഹാരാഷ്ട്രയിൽ ഭരണകക്ഷികളുടെ എതിരില്ലാത്ത വിജയം വിവാദത്തിലായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വീണ്ടും വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നാളിതുവരെ കേട്ട വോട്ട് ചോരി മാത്രമല്ല, വമ്പൻ തട്ടിപ്പുമായാണ് BJP നേതൃത്വം കൊടുക്കുന്ന NDA ഇത്തവണ കളത്തിലിറങ്ങിയത്. ജനുവരി 15 നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയും സഖ്യകക്ഷികളും എതിരില്ലാതെ പലയിടങ്ങളിലും വിജയിച്ചതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. 29 നഗരസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും ചേർന്ന് എതിരില്ലാതെ 68 സീറ്റുകൾ നേടിയിരിക്കുകയാണ്. ഭരണകക്ഷികൾ സ്ഥാനാർത്ഥികളെ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തുകയും പണം നൽകുകയും ചെയ്തതായി ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം രംഗത്ത് വന്നു. എതിരില്ലാതെ വിജയിച്ച എല്ലായിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ വീണ്ടും ആരംഭിക്കണമെന്ന് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. താനെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഭരണകക്ഷി സ്ഥാനാർത്ഥികൾ മാത്രമാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. വോട്ട് ചോരി മാത്രമല്ല, സ്ഥാനാർത്ഥികളെ വരെ മോഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതായി ഉദ്ധവ് താക്കറെ ആരോപിച്ചു. BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന നവി മുംബൈ നഗരസഭയിൽ ഒരിടത്തുപോലും ആരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്നതും പ്രതിപക്ഷം എടുത്തു പറയുന്നു. ഏറ്റവും കൂടുതൽ പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് കല്യാൺ ഡോംബിവിലി മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നാണ്. BJPയുടെ 44 സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ 22 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ NCPയുടെ അജിത് പവാർ വിഭാഗം 2 സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെയെല്ലാം പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഭരണകക്ഷികൾ പണം വാരിയെറിഞ്ഞതായും ആക്ഷേപമുണ്ട്. പണത്തിന് വഴങ്ങാത്തവർക്ക് മുൻപിൽ ഭീഷണിയുമായി രംഗത്തെത്തിയതായും പ്രതിപക്ഷം ആരോപിക്കുന്നു. പുതിയ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ഓപ്ഷൻ വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 131 അംഗങ്ങളുടെ താനെ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് തങ്ങളുടെ 5 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി ശിവസേന അവകാശപ്പെട്ടു. ദിവണ്ടി നിസാംപൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 6 BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി പാർട്ടി അവകാശപ്പെടുന്നു. പ്രതിപക്ഷത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്നും അതത് ഭരണാധികാരികളിൽ നിന്ന് റിപ്പോർട്ടുകൾ നേടിയതിനു ശേഷമേ വിജയികളെ പ്രഖ്യാപിക്കുകയുള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ എല്ലാ ക്രമക്കേടിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്നാണ് ആരോപണം. മഹാരാഷ്ട്രയിൽ 2 പതിറ്റാണ്ടോളം നീണ്ട ശത്രുത അവസാനിപ്പിച്ച് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നിച്ചതിന് പിന്നാലെ ഇപ്പോൾ പവാർ കുടുംബവും പിണക്കം മറക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥികളെ മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പണവും ഭീഷണിയുമായി BJP രംഗത്തിറങ്ങുന്നത്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ എല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ്.